ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോ ഞാൻ സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ റാണി പി സദാശിവൻ ചേച്ചിക്കാണ്. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഈ റാണി പി സദാശിവൻ ചേച്ചി ആരാന്നറിയായിരിക്കും. നമ്മുടെ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാന്ന് പറയുന്ന ചാനലിലെ ദീപ്തി ടീച്ചറിനെ അറിയാത്തവരായിട്ട് ആരും കാണത്തില്ല. കാരണം ദീപ്തി ടീച്ചർ ഒരുപാട് കുട്ടികളെയും അല്ലെങ്കിൽ പാവപ്പെട്ട ഇപ്പം സീതത്തോടുള്ള കുറച്ച് ആദിവാസി നിവാസികളെയൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു ടീച്ചറാണ്. അപ്പം അവരുടെ എന്നാ വില്ലേജ് സ്റ്റൈലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ ചാനലിൽ കാണിക്കുന്നുണ്ട്. പുഴയെ അവരുടെ സീതത്തോട് പഞ്ചായത്തിലെ കുറേ കാര്യങ്ങൾ അതെല്ലാം അവരുടെ വീഡിയോയിൽ അവർ കാണിക്കുന്നുണ്ട്. അപ്പം നല്ലൊരു ചാനലാണ്. അപ്പം കഴിഞ്ഞൊരു ദിവസം ഇപ്പം ഒന്ന് രണ്ട് വിവാദങ്ങളൊക്കെ ദീപ്തി ടീച്ചറിനെ കുറിച്ചിട്ട് ഇതിനു മുമ്പും വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ദീപ്തി ടീച്ചർ ഒരു കൊച്ചിനെ എടുത്ത് വളർത്തുന്നു, ആ രീതിയിലാണ്. ദീപ്തി ടീച്ചർ അതിൽ പ്രത്യേകം പറയുന്നുണ്ട്, ഇതിനെ എടുത്ത് വളർത്തുന്ന ഒരു കുട്ടിയല്ല, ദത്തെടുത്ത കുട്ടിയല്ല. ഒരു സാഹചര്യത്തിൽ അച്ഛനും അമ്മയ്ക്കും നോക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഞാൻ ഈ കുട്ടിയെ വളർത്തുന്നു എന്നുള്ളതേ ഉള്ളൂ. എത്ര നാൾ വേണമല്ലോ ഈ കുട്ടി ഞങ്ങളുടെ കൂടെ നിന്നോട്ടെ, അതിൽ സന്തോഷമേ ഉള്ളൂ, അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ദീപ്തി ടീച്ചർക്ക് കല്യാണമൊക്കെ നടക്കാൻ പോവുകയാണ്. അപ്പം ആ ഒരു സമയത്താണ് ഇപ്പോൾ ഒരു കുട്ടീനെയും കൂടെ നോക്കുന്നത്. അപ്പം നമ്മുടേതല്ലാത്ത നമ്മുടെ സ്വന്തം അല്ലാത്തൊരു കുട്ടീനെ നമ്മുടെ കുട്ടിയെ പോലെ വളർത്തണമെങ്കിൽ എല്ലാവർക്കും ഒന്നും അതിന് കഴിയുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ പല വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു ഇതാണ്. ആ ഒരു സമയത്ത് ഒരു ജീവിക്കാൻ ചുറ്റുപാടില്ലാത്ത ഒരു ഫാമിലിയിൽ നിന്ന് ആ സ്വന്തം കുഞ്ഞിനെ പോലെ സ്നേഹിച്ച് വളർത്താനായിട്ട് അവർ കാണിച്ച മനസ്സിനെ അപ്രിഷ്യേറ്റ് ചെയ്തോടെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൽ ഈ പറയുന്ന ഈ റാണി പി സദാശിവൻ എന്ന് പറയുന്ന ആ ചേച്ചിയുടെ പേരോ അല്ലെങ്കിൽ ആ ചേച്ചി ഇങ്ങനെ കമൻ്റ് ഇട്ട് നടക്കുക എന്നുള്ള രീതിയിലോ ഒന്നും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ ഞാൻ ആ ദീപ്തി ടീച്ചറിനെ കുറിച്ച് ഇട്ടൊരു വീഡിയോ അത് അവർ ചെയ്തൊരു നല്ല കാര്യമായിട്ടോ എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ അങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിട്ട വീഡിയോയ്ക്ക് താഴെ ഇവർ വന്ന് കമൻ്റ് ഇട്ടിട്ടുണ്ട്. ഇവർ ഒരു 2 പേജൊക്കെ ഉള്ള രീതിയിലാണ് വന്ന് കമൻ്റ് ഇടുന്നത്. അപ്പോൾ ആ കമൻറ്റ് വായിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായെന്നുള്ളത് നിങ്ങൾ പറയണം. ഞാൻ ആ കമൻറ്റ് ഇവിടെ കൊടുത്തേക്കാം. അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് വായിച്ച് നോക്കാം. അപ്പോൾ റാണി പി സദാശിവൻ ചേച്ചി 7445 എന്നാണ് കേട്ടോ അവരുടെ ചാനലിൻ്റെ ലാസ്റ്റ്. റാണി പി സദാശിവൻ 7445 അടിച്ചു നോക്കിയാൽ അവരുടെ ചാനലിലോട്ട് പോകത്തുള്ളൂ. നിങ്ങളാരും അതെടുത്ത് നോക്കരുത്. അപ്പം വല്ല കാര്യവും അറിഞ്ഞിട്ടാണോ താനിരുന്ന് പറയുന്നത്? പല കള്ളങ്ങൾ ഒടിച്ചു വെക്കാൻ വേണ്ടി അവർ കുറേ കള്ളങ്ങൾ എഴുതി വിടുന്നു. കുറേ വീഡിയോകൾ കൂടി കുറേ കള്ളത്തരങ്ങൾ പറയുന്നു. കുറേ റിയാക്ഷൻ വീഡിയോ പോലെ കുറേ ഒപ്പിക്കുന്നു. അവരും അമ്മലക്കൈക്കാരനും കുടുങ്ങാൻ പോകുന്നു. അവർ 2 പേർക്കുമുള്ള സമ്മാനങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അവർ 2 പേരും സമൂഹത്തിൽ അപമാനിതരാകുവാൻ പോകുന്നു. അവർ 2 പേരും മറുപടി പറയാൻ ബാധ്യസ്ഥരാകുന്നു. അവരുടെ എല്ലാ ടീമും അപമാനശിരസ്ഥനായി തലകുനിച്ചിരിക്കുന്ന പരിപാടികൾ വരുന്നു. അപ്പോൾ ഇതാണ് ചേച്ചി എനിക്ക് അയച്ചത്. ഇതിന് ഞാൻ മറുപടിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനൊക്കെ ചേച്ചിയുടെ കയ്യിൽ എന്താണ് തെളിവ് ഉള്ളത്? ചുമ്മാ ആരെക്കുറിച്ചും പറയരുത് ചേച്ചി. അവർക്കൊരു പുതിയ ജീവിതം ഉണ്ടാകാൻ പോകുന്നുള്ള അവർ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ഞാനും അവർക്ക് മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടോ, ഇതാണ് ഇവരെനിക്കിട്ട കമൻറ്റ്. ഞാനതങ്ങനെ അങ്ങ് വിട്ടു. ഇവർ എനിക്ക് വന്ന് കമൻ്റ് ഇട്ടു അങ്ങനെയൊന്നും പറഞ്ഞു. പിന്നെ ഞാൻ വീഡിയോ ചെയ്യാനൊന്നും നിന്നില്ല. അപ്പം ഇവർക്ക് എന്ന് പറയുമ്പം ദീപ്തി ടീച്ചറിനോട് അത്രയേറെ എന്തോ ഒരു ശത്രുതയുണ്ട്. അത് ദീപ്തി ടീച്ചർ എന്തെങ്കിലും ചെയ്തതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കുറച്ച് റീച്ചിൽ നിൽക്കുന്ന ഓരോ ചാനലുകളിൽ ചെന്നിട്ട് ഇവരിങ്ങനെ വളരെ മോശമായിട്ട് തന്നെ മെസ്സേജുകൾ ഇടാറുണ്ട്. അതും ഇവരെ പറ്റി വേറെ ആൾക്കാർ വീഡിയോ ഇടുവാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും റിയാക്ഷൻസ് ഒക്കെ ചെയ്യുവാണെങ്കിൽ അങ്ങനെയുള്ളവരുടെ വീഡിയോയുടെ താഴെ ചെന്നിട്ട് ഇവർ വലിയ ലിസ്റ്റ് പോലത്തെ മെസ്സേജൊക്കെ ഇടാറുണ്ട്. അങ്ങനെ VR ലവ് എന്ന് പറയുന്ന ആ ഫാമിലി വ്ളോഗറിൻ്റെ പിന്നെ ഡാനിസ് ഡേയ്സ് അങ്ങനെ കുറച്ച് യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ വീഡിയോയുടെ താഴെ ചെന്ന് കമൻ്റ് ഇടുകയും അവരെ പറ്റി മറ്റുള്ളവരുടെ വീഡിയോയുടെ താഴെ ചെന്ന് കമൻ്റ് ഇടുകയും ചെയ്തിട്ടുള്ള ഒരു ചേച്ചിയാണ്. ആ ചേച്ചീനെ പറ്റി അവരുടെ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ വേണ്ട ആ ചേച്ചി പിടിച്ചേക്കുന്നത് ദീപ്തി ടീച്ചറിനെയാണ്. ദീപ്തി ടീച്ചറിനെ കുറിച്ചും വളരെ മോശമായിട്ട് അവരുടെ നാത്തൂനെ കുറിച്ച് വീട്ടിലുള്ളവരെ കുറിച്ചൊക്കെ വളരെ മോശമായിട്ട് സംസാരിക്കുന്നുണ്ട്. അതേപോലെ കല്യാണം എനിക്ക് അയക്കാൻ പോകുന്ന ആ ചേട്ടനെ കുറിച്ചും വെച്ചിട്ടൊക്കെ ഒരുപാട് മോശമായിട്ട് സംസാരിക്കുന്നുണ്ട് ഈ ചേച്ചി. എന്തൊക്കെയോ ഈ ചേച്ചിക്ക് അറിയാമെന്നുള്ള രീതിയിലാണ് സംസാരം. പക്ഷേ ഈ ചേച്ചിക്കൊന്നും അറിയത്തില്ല. കാരണം വെച്ചാൽ ഇതിന് മുമ്പ് ഉള്ളവരോട് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഈ ചേച്ചി പെരുമാറുന്നത്. അപ്പം എനിക്കെന്താണ് ഈ ചേച്ചി ഇങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലായെന്ന് ചോദിച്ചാൽ ഈ ചേച്ചിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ചേച്ചിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്.
അപ്പം നമ്മളിത് വേറെ ഒരു ചേച്ചിയുടെ യൂട്യൂബ് ചാനലിനോട് സാദൃശ്യമുള്ളൊരു പേരാണ് ഈ ചേച്ചിയുടെ യൂട്യൂബ് ചാനലിനും. അപ്പം നമ്മളത് പെട്ടെന്ന് അടിച്ചു നോക്കിയാൽ ആ ചേച്ചിയുടെ യൂട്യൂബ് ചാനലിലോട്ടാണ് പോകുന്നത്. നിങ്ങൾ ആരും തെറ്റിദ്ധരിച്ച് അവിടെ പോയി ആ ചേച്ചിയാന്ന് ഓർത്ത് കമൻ്റ് ഒന്നും ചെയ്തേക്കരുത്. അതിൽ ലാസ്റ്റ് ഈ കമൻറ്റ് ഇട്ടതിൻ്റെ ലാസ്റ്റ് ഒരു നമ്പർ ഉണ്ടല്ലോ, അതും കൂടെ ചേർത്തടിച്ചാലേ ഈ ചേച്ചിയുടെ യൂട്യൂബ് ചാനലിലോട്ട് ചെല്ലത്തുള്ളൂ. അപ്പം ഈ ചേച്ചിയുടെ യൂട്യൂബ് ചാനലിൽ ഇരുന്ന് ഈ ചേച്ചി നല്ല പാവയ്ക്കക്കറി അതും ഇതുമൊക്കെ വെക്കുന്നുണ്ട്. അപ്പം വ്യൂസ് കുറവായതുകൊണ്ട് തന്നെ ഇങ്ങനെ റീച്ചായിട്ട് നിൽക്കുന്നവർക്ക് എതിരെയുള്ള കമൻ്റ് ഇടുമ്പം അവരതിന് റിയാക്ട് ചെയ്യുകയും, അല്ലെങ്കിൽ തന്നെ ഇപ്പം ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ വീഡിയോ ചെയ്യാനായിട്ട് ഒരുപാട് താല്പര്യമുള്ള ആളൊന്നുമല്ല. എന്നാലും ചില വീഡിയോസൊക്കെ കാണുമ്പോൾ ഞാൻ എൻ്റേതായ അഭിപ്രായം പറയുന്നതേ ഉള്ളൂ. എൻ്റെ വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ കൂടുതലും കുക്കിംഗ് വീഡിയോ അങ്ങനെയുള്ള വീഡിയോസാണ് കൂടുതലും ചെയ്യാറ്. പക്ഷേ അതിനൊന്നും വ്യൂസും കുറവായിരിക്കും. ഞാൻ എന്തെങ്കിലും റിയാക്ഷൻ പോലെ ചെയ്യുന്നതിന് മാത്രമാണ് കൂടുതലായിട്ട് വ്യൂസ് കിട്ടുന്നത്. അപ്പം പിന്നെ എനിക്ക് അനുഭവമുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള വീഡിയോകളാണ് ഞാൻ കൂടുതൽ ഷെയർ ചെയ്യാറ്. അപ്പം ഇങ്ങനെ ഒരു ചെറിയ ചാനലായ എൻ്റെ ചാനലിൻ്റെ വരെ അടിയിൽ വന്നിട്ട് ഇങ്ങനെ കമൻ്റ് ഇടുന്നു. അതേപോലെ ഇപ്പോൾ ദീപ്തി ടീച്ചറെ കുറിച്ചിട്ടാണെങ്കിൽ ദീപ്തി ടീച്ചറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഏറ്റവും ചെറിയ ചാനൽ ഏതാണോ ആ ചാനലിൽ വരെ വന്ന് ഈ ചേച്ചി മോശമായിട്ട് കമൻ്റ് ഇടും. അപ്പോൾ ഈ ചേച്ചി ഈ കമൻ്റോളി എന്ന് നമ്മൾ കേട്ടിട്ടല്ലേ ഉള്ളൂ. പക്ഷേ ഈ ചേച്ചിയുടെ കാര്യത്തിൽ നമ്മളത് കണ്ടു എന്ന് തന്നെ നമുക്ക് പറയാം. കമൻ്റോളിയുടെ ഏറ്റവും മൂർത്തിഭാവം എന്നുള്ള രീതിയിലാണ് ഈ ചേച്ചി. അപ്പം ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ മോശമായിട്ട് ആരെയൊക്കെ തന്തക്കൊക്കെ വിളിച്ചോണ്ട് കമൻ്റ് ഇടാവോ അതെല്ലാം ഈ ചേച്ചി ചെയ്യും. ഇപ്പം എന്നെ വന്ന് പറയുമായിരിക്കും, എനിക്കതിൽ ഒരു കുഴപ്പമില്ല. അപ്പം എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്ന് ഈ ചേച്ചി കമൻ്റ് ഇട്ടതിൽ എനിക്ക് ഒരു കുഴപ്പമില്ല. കാരണം അഭിപ്രായം പറയാനും കമൻ്റ് ഇടാനും എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ഞാനത് വിട്ടതുമാണ്. ചേച്ചി അങ്ങനെ പറയാൻ ചേച്ചിയുടെ കയ്യിൽ വല്ല തെളിവുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ എന്നെ മറുപടിയും കൊടുത്തതാണ്. പക്ഷേ ഈ ചേച്ചി വേറൊരു യൂട്യൂബറിൻ്റെ ചാനലിൽ ചെന്നിട്ട് ദീപ്തി ടീച്ചറിനെ ഒത്തിരി റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന കുറേ എണ്ണങ്ങൾ വന്ന് ഒത്തിരി പുകഴ്ത്തി വെച്ചേക്കുവാണ്, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചാനലുകളുടെ പേര് അതിൽ പരാമർശിച്ചിട്ടുണ്ട്. ആ കൂടെ ജീവ ആൻഡ് എന്നും കൊടുത്തിട്ടുണ്ട്. ജീവ ആൻഡ് 3 Quills എന്നാണ് കൊടുത്തത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് എൻ്റെ ചാനലിൻ്റെ അടി വന്ന് ഇവർ കമൻറ്റ് ഇട്ടതുകൊണ്ട് അവർ അവിടെ കൊടുത്തിരിക്കുന്ന എൻ്റെ ചാനലിനെ കുറിച്ചാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ആ ചേച്ചിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം. അല്ലാതെ ഇങ്ങനെ കമൻ്റ് ഇടുന്നവരെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോ ഇടേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം ഈ ചേച്ചിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ഇങ്ങനെ കുറേ കമൻ്റ് ഇട്ട് കഴിയുമ്പോൾ ആൾക്കാർ ഇവരുടെ ചാനലിൽ കയറി നോക്കും, കുറച്ച് റീച്ച് ആവും, അങ്ങനെ അത് തന്നെയാണ് ഈ ചേച്ചിയുടെ ഉദ്ദേശവും. അതുകൊണ്ട് തന്നെ ആരും ഈ ചാനലിൽ കയറി നോക്കരുതെന്നേ എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ റീച്ച് കൊടുക്കാനാണെങ്കിൽ കൊടുക്കാൻ അർഹതപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം ചെറിയ വീഡിയോ വ്ളോഗൊക്കെ ചെയ്തിട്ട് റീച്ച് കിട്ടാതെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് അവരുടെ വീഡിയോസൊക്കെ കണ്ട് നമുക്ക് റീച്ച് കൊടുക്കാന്നുള്ളതല്ലാതെ ഇതേപോലെ മോശം രീതിയിൽ ആർക്ക് റീച്ച് നേരി കൊടുക്കേണ്ടതില്ല. ഇനിയിപ്പോൾ റാണി ചേച്ചിയോട് പറയാം. റാണി പി സദാശിവൻ ചേച്ചിയുടെ പേരിലുള്ളതുപോലെ വലിയ റാണിയാന്നുള്ള ഭാവമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മാറ്റി വെച്ചേരെ. മറ്റേ കിരീടം ഇല്ലാത്ത റാണി തന്നെയാണ് ചേച്ചി. പിന്നെ ഇപ്പോൾ ഒരുപാട് നിയമങ്ങളൊക്കെ സൈബർ അറ്റാക്കിൻ്റെ രീതിയിൽ നിലവിലുണ്ട്. അപ്പം ചേച്ചി ഇങ്ങനെ അനാവശ്യമായിട്ട് കമൻ്റ് ഇടുമ്പം ഭാവിയിൽ ഇപ്പം ചേച്ചിക്ക് തന്നെ ഇത് വലിയൊരു വിനയായി തീരും. ചേച്ചി എന്തായാലും ബുദ്ധി കാര്യമായിട്ട് ഉപയോഗിക്കുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ഈ ദീപ്തി ടീച്ചർ പറയുന്നത് പോലെ ഇപ്പം നമ്മൾ പറയുന്നതിനെ വളച്ചൊടിച്ച് വേറൊരു രീതി ഇപ്പോൾ ദീപ്തി ടീച്ചർ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പം ചേച്ചി അത് വന്നു, കാല് പിടിച്ചു, അല്ലെങ്കിൽ എന്നെ തല്ലി, അങ്ങനെ എന്നുള്ള രീതിയിൽ ചേച്ചി ഓരോരുത്തരുടെ വീഡിയോയിൽ പോയി കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പോലും കമൻറ്റ് ചെയ്യുന്ന ചേച്ചിയുടെ മാനസികാവസ്ഥ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ ചേച്ചിയുടെ പേരോ കാര്യങ്ങളോ ഒന്നും എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. അപ്പം ചേച്ചി മറ്റുള്ളവരുടെ വീഡിയോയുടെ അടിയിൽ നിന്ന് ദീപ്തി ടീച്ചറെ പറയുന്ന പോലെ എൻ്റെ ചാനലിൻ്റെ കാര്യം ഇതൊന്നും പറയാൻ നിൽക്കണ്ട. അപ്പം അതുമല്ല, എൻ്റെ മനസ്സിൽ ശരിയും തോന്നുന്ന കാര്യങ്ങളല്ലാതെ ആരെയും കുറ്റം പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ആരെയും മോശം പറഞ്ഞുകൊണ്ടോ ഇന്നുവരെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടില്ല. അതുകൊണ്ടൊക്കെ തന്നെ അനാവശ്യമായിട്ട് എന്നെ ഇതിലോട്ട് വലിച്ച് ഇടരുത്. റാണി ചേച്ചിയുടെ വീട്ടിലാണെങ്കിലും ചോദിക്കാനും പറയാനൊന്നും ആരും ഇല്ലെന്ന് തോന്നുന്നു. കാരണം റാണി ചേച്ചി ഇടുന്ന കമൻറ്റ് വെച്ച് നോക്കുമ്പോൾ ചേച്ചി എല്ലാവരെയും പേടിപ്പിച്ച് വിറപ്പിച്ച് വെച്ചേക്കുവാന്നാണ് എനിക്ക് തോന്നുന്നത്. ഹസ്ബൻഡും വീട്ടുകാരെയൊക്കെ എങ്ങനെ ജീവിക്കുന്നതെന്ന് അറിയത്തില്ല. അപ്പം മറ്റുള്ളവരുടെയൊക്കെ വീഡിയോയുടെ താഴെ ചെന്നിട്ട് എൻ്റെ ചാനലിനെ ഉദ്ദേശിച്ച് കമൻ്റ് ഒന്നും ഇടാതിരിക്കുക. കമൻ്റ് ഇട്ടാൽ ഇനിയും വന്ന് ഇതേപോലെ ചേച്ചിയുടെ പേര് പറഞ്ഞ എന്തെങ്കിലും വീഡിയോസും കാര്യങ്ങളൊക്കെ എനിക്ക് ഇടേണ്ടി വരും. പിന്നെ നമുക്ക് വീട്ടിൽ ചോദിക്കാനും പറയാനൊക്കെ ആൾക്കാരുള്ളത് കൊണ്ട് ചിലപ്പോൾ നമ്മളും നിയമപരമായിട്ട് മുന്നോട്ടൊക്കെ പോയെന്ന് ഇരിക്കും. അതുകൊണ്ട് ചേച്ചി പറയുന്നത് പോലെ കുറേ കോടികൾ സ്വത്തുണ്ട് എന്നൊക്കെ വന്ന് കമൻ്റ് ഇടുന്നുണ്ടല്ലോ. അപ്പം കോടിക്കണക്കിന് സ്വത്തുണ്ടെങ്കിൽ അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി.
പിന്നെ കോടിക്കണക്കിന് സ്വത്ത് ആസ്തിയുള്ളവർക്ക് BPL കാർഡ് കിട്ടിയതിനെ പറ്റിയൊക്കെ അന്വേഷിച്ച് പോകുന്നുണ്ട് ദീപ്തി ടീച്ചർ. അപ്പം സൂക്ഷിച്ചിരിക്കുക. SRKT വേൾഡ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ഈ റാണി ചേച്ചീനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് താഴെയാണ് അവർ വന്ന എൻ്റെ ചാനലിനെ കുറിച്ചും കൂടെ പറഞ്ഞിട്ടുള്ളത്. ദീപ്തി ടീച്ചറിനെ കുറിച്ച് പറഞ്ഞതിൽ കുറേ റിയാക്ഷൻ വീഡിയോ ആൾക്കാർ വന്നിട്ട് അവരെ മോശമായിട്ട് പറഞ്ഞു എന്നുള്ള രീതിയിൽ. ഞാൻ അവരെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, എന്നിട്ടാണ് അവർ എൻ്റെ പേരും കൂടെ, എൻ്റെ ചാനലിൻ്റെ പേര് കൂടെ ആ വീഡിയോയിൽ വന്ന് കമൻറ്റ് ഇട്ടേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവർക്കെതിരെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് പോലും. ഇപ്പം ഞാൻ സാത്താൻ എന്ന് പറയുന്ന ഒരാളുടെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ആ റാണി ചേച്ചിയെക്കുറിച്ചുള്ള വീഡിയോയുടെ താഴെ ഒരാൾ വന്നിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ചേട്ടൻ്റെ പേര് സതീഷ് എന്നോ സുരേഷ് എന്നോ എങ്ങാണ്ടാന്ന് തോന്നുന്നു. ഞാൻ ഈ റാണി എന്ന് പറയുന്ന ആളുടെ ഭർത്താവായിരുന്നു, മുൻ ഭർത്താവായിരുന്നു. എന്നിട്ട് പട്ടാളക്കാരൻ്റെ കൂടെ പോയി, എന്നെയും കുട്ടികളെയും ചതിച്ച് പട്ടാളക്കാരൻ്റെ കൂടെ പോയി എന്ന് പറഞ്ഞിട്ടാണ് ആ ചേട്ടൻ വന്ന് കമൻറ്റ് ഇട്ടേക്കുന്നത്. അന്നേരം തന്നെ ആ ചേച്ചിയുടെ സ്വഭാവം നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. അപ്പം റാണി ചേച്ചി ഫാമിലിയിലും ഇങ്ങനെ തന്നെയാണ്. അപ്പം പിന്നെ സാധാ യൂട്യൂബിലൊക്കെ വന്ന് ഇങ്ങനെ മെസ്സേജ് ഇടുന്നതിൽ ഒരു അത്ഭുതവും തോന്നാനില്ല.